ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ആ 100 റാങ്കിലേക്ക് എങ്ങനെ എത്താം എന്നതിനെ കുറിച്ചുള്ള ഷോർട്ട് കട്ട് വേയും അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് റിവിഷൻ ചെയ്യേണ്ടത്. ഇനി വൺ ക്ലിപ്പ് പി എസ് സി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ടെലഗ്രാം ചാനലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ തരുന്നത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കൂടാതെ കുറെ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റീസെന്റ് നടന്ന എക്സാം ആയിട്ടുള്ള WCPO അതേപോലെ തന്നെ UPSC എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്കൊക്കെ കുറച്ച് ഡെസ്പ് ഒക്കെ ആയുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക മക്കളെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം പിക്ചറൊക്കെ വെച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം മോട്ടിവേഷൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മുടെ അപ്കമിങ് പ്ലാൻസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചുമാണ് പറയാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരുന്നു ഇത്രയും ദിവസങ്ങളിൽ, അതേപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊരു ധാരണ കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് മാക്സിമം ഏറ്റവും മുൻപന്തിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കൂടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ LDCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾ നമ്മൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതെന്നുള്ളതും ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നതിനെ കുറിച്ചും ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് കുറച്ച് GK എന്ന് പറയുന്നത്. അതായത് ബേസിക് GK ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം നമ്മൾ ഇതിൻ്റെ അത് പഠിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് കേരളം, അതേപോലെ തന്നെ ഇന്ത്യ, അതേപോലെ ലോകം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് പഠിച്ചത്. ഓക്കെ, എല്ലാവരുടെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം GK എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്നുമാണ് നമ്മൾ എന്നും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഏതൊരു ക്ലാസ് ആണെങ്കിലും, അതേപോലെ തന്നെ ഏതൊരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ഇനി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു GK യിൽ നിന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ അവിടെ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാനുള്ള ആകെയുള്ള ഒരു എന്താണ് ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ശരിക്കും GKയുടെ കുറച്ച് കാര്യങ്ങളും ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അറിയാം, കാരണം ഒരു ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആയാലും ഫസ്റ്റ് സ്റ്റാർട്ട് ഒരിക്കലും ഇംഗ്ലീഷോ മാത്സോ അവരെടുത്തില്ല. അവരെന്ത് ചെയ്യും, GK യിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ GK യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഞാൻ ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്, അതായത് PSC എന്താന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ചിലർക്കൊക്കെ എന്താണ് നിലവിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് സിലബസ് എന്താന്ന് പോലും അറിയാതെ ആയിരിക്കും ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് സിലബസ്, എത്ര മാർക്കിലാണ് എക്സാം, അതേപോലെ ഒരു നെഗറ്റീവിന് എത്രയാണ് മാർക്ക് നമ്മുടെ പോകുന്നത്, അതേപോലെ ടോട്ടൽ എക്സാം എത്രയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് മാർക്കുകൾ വരുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാതിരിക്കുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1, അതായത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധോദയമൊക്കെ വെച്ചു തുടങ്ങും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ എക്സാംസുകളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് റേഞ്ച് കുറച്ചുകൂടെ കൂട്ടണം, അതേപോലെ മാർക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള ലെവലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സയൻസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പഠിക്കും. അപ്പോഴും നമുക്ക് എന്തില്ല, ഒരു വ്യക്തമായിട്ടൊരു ധാരണ എന്ന് പറയുന്ന സംഭവം നമ്മുടെ മുന്നിൽ ഇല്ലാതെയാണ് നമ്മൾ എന്ത് സ്റ്റേജ് 2 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് സ്റ്റേജ് 3യിലേക്ക് പോകാം. അതായത് എക്സാം പ്ലസ് PYQ, അതായത് എക്സാംസുകൾ നമുക്ക് അപ്പോഴത്തേക്കും എന്താണ് അപ്കമിങ് എക്സാംസ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സാംസ് നമ്മൾ എന്ത് ചെയ്തേക്കണത്, അപ്ലൈ ചെയ്തേക്കണത് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, റാങ്ക് ഫയലൊക്കെ വെച്ച് നമ്മൾ പതിയെ പഠനമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇനി നമുക്ക് സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ആ സമയങ്ങളിലാണ് നമ്മുടെ മുന്നിലേക്ക് ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ വരുന്നത്. നീ NCERT പഠിച്ചോ, നീ SCERT പഠിച്ചോ, അതേപോലെ തന്നെ എന്താണ് അതേപോലെ ഗവൺമെന്റ് സൈറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചോ, അങ്ങനെ കുറെ 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 കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആകെ സ്ട്രെസ് ആവണത്. അത് എന്തായിരിക്കും ഇനി എനിക്ക് മുന്നിലേക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഞാൻ പഠിച്ചതൊന്നും നിലവിൽ പഠനമായിരുന്നോ എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ വരുന്ന ആ ഒരു സ്റ്റേജും അതേപോലെ തന്നെ എന്താണ്
ശരിക്കും പഠനം ആരംഭിക്കുന്നതും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർത്ത് സ്റ്റേജിലാണ്. അതായത് ഇത്രയും കാലം പഠിച്ചതൊന്നും പഠനമല്ല, ഇനി എന്താണ് ഇനി മുന്നിലേക്കുള്ള പഠനം എന്നുള്ളതും, അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, അതേപോലെ തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യണം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം, നമ്മുടെ റേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, എന്നിട്ട് വേണം ഇനി നമ്മൾ മുന്നോട്ടേക്ക് പഠിക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റേജ് അതായത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യും. അതായത് സിലബസ് നമ്മൾ എടുത്തതിന് ശേഷം ആ സിലബസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് പഠനം ആരംഭിക്കുന്ന സ്റ്റേജ്, അതായത് നാലാമത്തെ സ്റ്റേജ്. അതായത് ഇന്ന് നിങ്ങൾ വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും നിങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഈ സ്റ്റെപ്പ് സ്റ്റോൺ എന്ന ലെവലിൽ ജി കെ മലയാളം ഇംഗ്ലീഷ് എക്സാം PYQ 1 2 3 ഒന്നും എന്താണ് അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഏറ്റവും മുന്നിലുള്ള അതായത് ഫോർത്ത് സ്റ്റേജ്, അതായത് റിയൽ സ്റ്റഡി, അതായത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മുടെ 75 ഹോട്ട് ടോപ്പിക്സ്, അതേപോലെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് മുന്നോട്ടേക്കുള്ള പഠനം. അതായത് മറ്റുള്ളവരെല്ലാവരും അവിടെ ഓരോന്ന് പഠിച്ചു നിന്ന് എന്താണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇനി എന്തൊക്കെ പഠിച്ചാൽ കിട്ടും എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തല പുകയ്ക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയത് എന്താണോ നിങ്ങൾ പഠിക്കേണ്ടത് അതാണ് മക്കളെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയത്. അതായത് വേണ്ടത് എന്താണോ അതാണ് നിങ്ങൾ ശരിക്കും പഠിക്കാനായിട്ട് ശ്രമിച്ചത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റിയൽ സ്റ്റഡി, അതായത് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ അകത്തും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അന്ന് നമ്മുടെ മുന്നിലേക്ക് ഉള്ളത്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 21 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു 75 ഹോട്ട് ടോപ്പിക്സിന്റെ സ്റ്റഡി പ്ലാനും ഉൾപ്പെടെയാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നാലാമത്തെ സ്റ്റേജ്. ഇനി നമുക്ക് ഏകദേശം 32ഓളം സ്റ്റെപ്പുകളുള്ള ഈ ഒരു പ്രയാണത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇനി ഏറ്റവും അടുത്തുള്ള ഇനി വെറും 8 സ്റ്റെപ്പുകളിൽ മാത്രമാണ്. ഓക്കെ, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. 21 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിന്റെ വിത്ത് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, എത്ര മാർക്ക് വരെ കിട്ടേണ്ടതെന്നുള്ളത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പഠിക്കുക. GK എന്ന് പറയുന്നത് ടൈറ്റ് ആക്കാൻ PSC നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും പിടിച്ചാൽ കിട്ടില്ലാത്ത ലെവലിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യുക, GK നമുക്ക് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതിനപ്പുറത്തേക്കുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ആർക്കും ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്കല്ലാതെ മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഉള്ള ആൻസർ കൂടി തെറ്റിച്ച് കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയില്ലാത്തതാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള, ഞാൻ പറഞ്ഞു 32 സ്റ്റെപ്പുകളിൽ 8 സ്റ്റെപ്പിൽ നിന്നാണ് നിങ്ങൾ പഠനം ആരംഭിച്ചത്. കാരണം നിങ്ങൾക്ക് കയറേണ്ടത് എന്താണ്, ആകെ 8 സ്റ്റെപ്പ് ഉള്ളൂ. അതായത് എല്ലാം പഠിച്ച് ഇനി എന്താണോ നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് അറിഞ്ഞ് അത് മാത്രം പഠിച്ച് അത് റിവിഷൻ ചെയ്ത് അതിന് അനുസരിച്ചുള്ള 2021 മുതൽ 2024 വരെ നടന്ന 21ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിത്ത് റിവിഷൻസ് കൂടി കടന്ന് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം LDC മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ LDC മിഷനിൽ 2024 ഹോട്ട് ടോപ്പിക്സ് 75. ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഒരു പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ് വരുന്നത്. 17 ക്ലാസ് ആണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിൽക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 525ഓളം ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഹോട്ട് ടോപ്പിക്സിന്റെ 1.5 മണിക്കൂറോളം അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വരുന്ന ക്ലാസ്സുകളുടെ 17 ക്ലാസ്സുകൾ വിത്ത് കണ്ടന്റ് ബേസ്ഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നത്. അതിൻ്റെ കൂടെ PYQ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
PYQ വിത്ത് എക്സ്പ്ലനേഷൻ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 10ഓളം എന്ത് ചെയ്തേണ്ട ഈ പറയുന്ന LD നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ആൻസർ ചെയ്തേണ്ട 10ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ആൻസർ ചെയ്തേണ്ട. അതും നിങ്ങൾ OMR ഷീറ്റ് വെച്ച് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടേണ്ടായിരുന്നു. ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അത് OMR ഷീറ്റ് വച്ച് തന്നെ എന്ത് ചെയ്യുക, എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാർട്ടിൽ നിന്നും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിയുള്ള ഒരു പഠനമായിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്സാം ആയിരിക്കണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാഴ്ചവെക്കേണ്ടത്. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് എന്തിട്ടത്, OMR ഷീറ്റ് അയച്ചു തന്നത്. അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പോളുകൾ ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ഈ ഒരു നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഏകദേശം 10,000-ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് പോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏകദേശം 10,000-ഓളം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തേക്കണത്, നമ്മൾ നിലവിൽ ചർച്ച ചെയ്ത് പോയേക്കണത്. നിങ്ങൾ ഓരോ നോട്ടും, നമ്മൾ തരുന്ന ഓരോ നോട്ടും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും SCERT പ്ലസ് NCERT കേരള സ്റ്റേറ്റ് ലിറ്റററി മിഷൻ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തേണ്ട നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കണത്, ഓരോ ക്ലാസ്സുകളും നമ്മൾ സെറ്റ് ചെയ്ത് തന്നേക്കണത്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒരു 10 ക്ലാസ് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതായത് SCERT NCERT ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ പാർട്സ് ആണോ നമുക്ക് പഠിക്കേണ്ടത് അതിൻ്റെ മാത്രം കണ്ടന്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു 10 ക്ലാസ് കൂടി നമ്മൾ എന്ത് ചെയ്യും, SCERT NCERT കേരള ലിറ്റററി മിഷനുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു കിടിലൻ ക്ലാസ് 10 നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഡെയിലി ടോപ്പിക്ക്, ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ആ ടോപ്പിക്കിന്റെ എന്തുണ്ട്, നമ്മൾ എക്സാമുകൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എന്ന് പറയുന്നത്, എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ച ഓരോ കാര്യങ്ങളും എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻ വരുന്നുണ്ട്. ടെലഗ്രാമിൽ ഓരോ ദിവസവും ക്വസ്റ്റ്യൻ പോളുണ്ട്. അതിനുശേഷം എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച ഒരു ദിവസം 50, 60, 70, 100 വരെ പോയേക്കണ ക്വസ്റ്റ്യൻ പോള് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി റിവിഷൻ എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് ഇന്ന് കേരളത്തിലെ PSC ചാനൽ ഫ്രീ ആയിട്ട് ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് ഇത്രയും കിടിലമായിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സും നോട്ടും കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ നോട്ട്സ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ ചെയ്യാനും അതേപോലെ തന്നെ വീണ്ടും അതെടുത്ത് കേൾക്കാനുമുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ജില്ലകളും 14 ജില്ലകളിലെ കറണ്ട് അഫയേഴ്സും അതിൻ്റെ കൂടെ തന്നെ ആ ജില്ലകളുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്ട് എന്തൊക്കെയാണോ അതും നമ്മൾ പഠിച്ചാണ് സെറ്റ് ചെയ്ത് പോന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്തൊരു സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു, സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസും. നാളത്തോടു കൂടി നമ്മുടെ സ്റ്റേറ്റ് 14 സ്റ്റേറ്റും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിന്റെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, സെറ്റായിട്ട് അങ്ങ് തീർത്ത് തന്നിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു സീരീസ് ചെയ്തു. അതിന്റെ ഒരു 4 ക്ലാസ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. അതായത് ഏകദേശം ഇന്ന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 25 അല്ലെങ്കിൽ 26 ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു 5 ക്ലാസ് കൂടി നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 20 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഇതിനപ്പുറത്തേക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓരോ കറണ്ട് അഫയേഴ്സ് എടുത്ത് പഠിക്കുമ്പോഴും അതിന്റെ ബാക്കിലുള്ള ഒരു ചരിത്രം കൂടി അല്ലെങ്കിൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് ഉറപ്പായിട്ടും ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10 ഡേയ്സ്, അതായത് എൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് ഇത്രയും ക്ലാസ്സുകളും ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാക്സിമം നമുക്കൊരു 15 ദിവസമെങ്കിലും, ഏറ്റവും റീസെന്റ് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 10 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലാത്തുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും 1 മന്ത് നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ കട്ട റിവിഷൻ നമ്മൾ പ്ലാൻ ചെയ്യും. അതേപോലെ തന്നെ എന്താണ് ലൈവ് സെക്ഷൻ ഉൾപ്പെടെ നമ്മൾ അത് സെറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഫുള്ളി ഫ്രീ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും അതൊരു വില കുറച്ച് മാത്രം കാണരുത്. കാരണം അത്രത്തോളം കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ക്ലാസ്സുകളും ഓരോ നോട്ട്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അത് നിങ്ങൾ മറ്റ് എന്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം അത്രത്തോളം കണ്ടന്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നതും നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു കള്ളത്തരവും കാണിക്കാറില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതും ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതും. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എല്ലാവർക്കും എന്താണ്, ഇപ്പൊ ഞാൻ ഈ പിക്ചർ കാണിച്ച പോലെ നമ്മളെപ്പോഴും എന്താണ്, നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയത്. ഓക്കെ, അല്ലാതെ വെറുതെ വലിച്ചു വാരി സമയം കളയാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 75 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ പക്ക സെറ്റായിട്ട് അതങ്ങ് പഠിച്ചു തീർത്ത് അതിൻ്റെ കൂടെ 21 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർക്കും. അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന SCRT NCRTയുടെ എനിക്ക് മാക്സിമം പറ്റുന്ന ദിവസങ്ങളിൽ ഒരു 10 ക്ലാസ്സെങ്കിലും തന്നെമെന്നുള്ള അതിയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇംഗ്ലീഷ് നമ്മുടെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മാത്സും അതേപോലെ സയൻസ് സബ്ജക്റ്റിൻ്റെയും ഒന്ന് തരണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അത് എത്രത്തോളം അത് സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഈ 21 ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ എന്താണ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പൊ അത്രയും ദിവസങ്ങൾ, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പൊ വീഡിയോന്റെ ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോ എന്ന് പറയുന്നത് എല്ലാം 1 മണിക്കൂറിന് മുകളിലും അതേപോലെ തന്നെ എന്താണ് അരമണിക്കൂറുള്ള ഒരു ക്ലാസ്സുകൾ പോലും ഇപ്പോൾ വരാറില്ല. എല്ലാം 1 മണിക്കൂർ മുകളിലേക്ക് വരുന്ന ക്ലാസ്സുകളാണ് വരുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടണം, എക്സാമിന് നിങ്ങൾക്കത് എന്തെങ്കിലും എന്താണ് ആ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ടെൻഷൻ അടിക്കുന്നവരും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഡെസ്പായിട്ടിരിക്കുന്ന ആളുകൾക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മക്കളെ. നമുക്കിനിയുള്ളത്, നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം എന്താണ് 10ഓ 20ഓ 25ഓ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു 20 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു 20 ദിവസം നിങ്ങൾ എടുക്കുന്ന കഷ്ടപ്പാട് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ചേഞ്ച് ആകാൻ പോകുന്നത് ഈ പറയുന്ന ദിവസങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ സന്തോഷത്തിനും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നടത്താനുള്ള ഒരു ജോലി. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ അതിക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, അതേപോലെ തന്നെ എന്താണ് ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നുമില്ല, മാക്സിമം എന്ത് ചെയ്യുക, ഇത് ഈ ഒരു എക്സാം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ജോലി കിട്ടണം എന്നുള്ള. അപ്പോൾ നമുക്ക് ഈ ഒരു ജോലി കിട്ടണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഓക്കെ, അല്ലാതെ മറ്റാരുമല്ല. നമുക്കിത് വേണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പായിട്ടും എത്താനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മളാണ് തയ്യാറെടുക്കേണ്ടത്. നമ്മുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചിട്ട് വേണം മുന്നോട്ടേക്കുള്ള ഇനിയുള്ള പ്രയാണം എന്ന് പറയുന്നത്. ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി കഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും എല്ലാം അവസാനിക്കാനാണ് ഈ ഒരു ജോലി എന്നുള്ളത് മനസ്സിലാക്കുക. 2025 ഈ വരുന്ന ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 100 റാങ്കിൽ ഉണ്ടാകാനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആരും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന 75 ഹോട്ട് ടോപ്പിക്സ് പ്ലസ് 21 PYQ, അതേപോലെ തന്നെ ഈ പറയുന്ന SCRT NCRTയുടെ ഒരു 10 ക്ലാസ്സും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു പോയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആദ്യം 100 റാങ്കിലേക്ക് വേണ്ട മാർക്ക് അതിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം എന്താണ് കണ്ടന്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും പോകുന്നതും അതേപോലെ തന്നെ ഇനി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇനി എക്സാമിൻ്റെ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് മാത്സിൻ്റെ ഞാൻ ഓരോ ദിവസവും ഈ പറയുന്ന 21 PYQ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് ഇടാം. ഇനി നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് എന്താണോ വേണ്ടത് എന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനിയും എന്താണ് LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും എന്ത് ചെയ്യുക,
ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്രയും കണ്ടന്റ് ബേസ്ഡ്, ഇത്രയും നോട്ട്സ്, അതേപോലെ തന്നെ ഇത്രയും ക്ലാസ്സസ്, ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ചാനൽ ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും വലിയൊരു ഉപകാരം കൂടിയായിരിക്കും നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും അതേപോലെ തന്നെ കമൻസുകളും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.